ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒക്കെ തുടർച്ചയായിട്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് മുഖവരയിൽ നിന്ന് വായിക്കുകയാണ്. 14-ാമത്തെ പേജ്. ആദ്യത്തെ ഒരു പാരാഗ്രാഫ് വായിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ശ്രീല കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ബംഗാളി ഭാഷയിൽ രചിച്ച മൂല ശ്ലോകങ്ങൾക്കാണ് ശ്രീല പ്രഭുപാദർ ഇംഗ്ലീഷ് ഭാഷയിൽ വിവർത്തന ഭാവാർത്ഥങ്ങൾ നൽകിയിരിക്കുന്നത്. അത്യുദാത്തമായ ഈ ശാസ്ത്ര രത്നത്തിന് അറിയിക്കുന്ന നിലവാരത്തിൽ മലയാള പരിഭാഷ ചെയ്യുക എന്നത് അനായാസമായ കാര്യമല്ല. ഗ്രന്ഥത്തിന്റെ കാമ്പിന് തെല്ലും കോട്ടം തട്ടാതെ അതേസമയം കേരള നാട്ടിലെ ചിന്താശീലരായ ജനങ്ങൾക്ക് ഉതകും വിധവും ഈ വിഷയത്തെ അവതരിപ്പിക്കുക എന്ന ദൗത്യത്തിൽ ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിലെ അണിയറ പ്രവർത്തകരായ ഞങ്ങൾ യഥാശക്തി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് പ്രത്യാശിക്കുന്നു. ഈ പരിഭാഷയുടെ വൈശിഷ്ട്യങ്ങളെയും പരിമിതികളെയും കുറിച്ച് കൂടുതൽ അറിയാനായി ഈ പതിപ്പിനെ കുറിച്ച് എന്ന അനുബന്ധം ദയവായി വായിച്ചാലും. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീതപഥകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹനിർനാദാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാതാൻ സഹനിർദ ശ്രീതാ വിശാഖാൻ വിദാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ നാമിനെ നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നന്ദകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ചൈതന്യ ചരിതാമൃതത്തിന്റെ അവതാരികയാണ് ഇപ്പം നമ്മൾ മുഖവരെയാണ് വായിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസും പല പല ചൈതന്യ ചരിതാമൃതത്തിന്റെ അവരുടെ സാക്ഷാത്കാരങ്ങൾ പറഞ്ഞു. അപ്പം ഇന്ന് ഹിസ് ഗ്രേസ് കഥാനപ്രഭു എന്നെയാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹത്തിനും ബ്ലെസ്സിങ്സിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രഭുപാദ് എങ്ങനെയാണ് ചൈതന്യ ചരിതാമൃതം ഇംഗ്ലീഷിലോട് തർജ്ജമ ചെയ്തു എന്നുള്ള പറ്റി ആണ് നമുക്ക് ചർച്ച വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ. നമുക്കറിയാം പ്രഭുപാദർ നമുക്ക് ശ്രീമദ് ഭാഗവതം അദ്ദേഹം ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ചൈതന്യ ചരിതാമൃതം നമുക്ക് ഈ 17 വോളിയം പുസ്തകങ്ങൾ അദ്ദേഹം 18 മാസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നത്. അപ്പം ഇത് വലിയൊരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെവല്യൂഷൻ പോലെ തന്നെ ആയിരുന്നു. കാരണം ആ ഒരു സമയത്ത് 1973-74 കാലഘട്ടത്തിൽ നമുക്ക് സത്സ്വരൂപദാസ് ഗോസ്വാമി മഹാരാജ്, പരംപൂജ്യ സത്സ്വരൂപദാസ് ഗോസ്വാമി മഹാരാജ് പലപ്പോഴും പറയാറുണ്ട് എത്രത്തോളം അദ്ദേഹം വന്നിട്ട്, അതായത് നമുക്കറിയാം ശ്രീല പ്രഭുപാദർ ബാക്കിയുള്ള എല്ലാ തർജ്ജിമകളും മാറ്റിവെച്ച്, ട്രാൻസ്ലേഷനൊക്കെ മാറ്റിവെച്ചിട്ടാണ് ചൈതന്യ ചരിതാമൃതം അദ്ദേഹം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തു തരുന്നത്. കാരണം അന്ന് ഓൾറെഡി ഒരു റിക്വയർമെന്റ് വന്നായിരുന്നു, അതിന് നമുക്കൊരു ചൈതന്യ ചരിതാമൃതം ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആള് ചോദിക്കുകയും അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ശ്രീല പ്രഭുപാദർ അങ്ങനെ അത് തുടങ്ങിയത്. അപ്പം അദ്ദേഹം വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് 1.5 വർഷം കൊണ്ടാണ് ഈ ഹോൾ ബുക്സ് നമുക്ക് ഈ 17 വോളിയം ബുക്കുകളും അദ്ദേഹം തർജ്ജിമ ചെയ്തത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ 1.5 വർഷത്തിൽ നമ്മൾ ശ്രീല പ്രഭുപാദിന്റെ ദൈനംദിന ജീവിതം എടുത്ത് കാണുകയാണെങ്കിൽ അതിൽ 2-3 മണിക്കൂറാണ് പ്രഭുപാദ് ഈ ഒരു
ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ചത്. ബാക്കി എല്ലാ സമയവും ശ്രീല പ്രഭുപാദ് ആ സമയത്ത് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരുന്നു, പ്രചരണം ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് ഭക്തന്മാർ നേരിട്ട് അദ്ദേഹത്തിന് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ പല പല ഫെസ്റ്റിവൽസും പല അമ്പലങ്ങൾ പണിയുകയും അപ്പൊ അതിന്റെ ഒക്കെ തിരക്കിലായിരുന്നു. അപ്പം പല ലെറ്റേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. ശ്രീല പ്രഭുപാദിന്റെ ഒരുപാട് ലെറ്ററുകളൊക്കെ അദ്ദേഹം എഴുതി. അപ്പൊ ഇതിനൊക്കെ അദ്ദേഹം സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുകൂടി ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ രാവിലെ ഓൾമോസ്റ്റ് പുലർച്ചെ 1 മണി മുതൽ 3 മണി ഉള്ള ആ സമയം വരെയൊക്കെയാണ് പൊതുവെ അദ്ദേഹം ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ശ്രീല പ്രഭുപാദ് അങ്ങനെ ചൈതന്യ ചരിതാമൃതം ആ ഒരു 18 മാസം കൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇത് ചെയ്ത സമയത്ത് നമുക്കറിയാം, സാധാരണ ശ്രീല പ്രഭുപാദ് ഏതെങ്കിലും ഒരു പുസ്തകം ജസ്റ്റ് അത് അദ്ദേഹം തർജ്ജമ ചെയ്തിട്ട് BBTക്ക് കൊടുക്കും, BBT അത് പബ്ലിഷ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഇത് വലിയൊരു ബാക്ക്ലോഗ് ആയിട്ട് വന്നു BBTക്ക്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് പ്രഭുപാദ് ഇത്രയും വലിയൊരു വർക്ക് ഒരു ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുത്തു. അപ്പൊ അതിനുശേഷം BBTയിൽ അന്ന് രാമേശ്വർ പ്രഭുവും പിന്നെ രാധാ വല്ലഭ പ്രഭു, അങ്ങനെ 2 ഡിവോട്ടീസ് ആയിരുന്നു ഉണ്ടായത്. അപ്പൊ അവരായിരുന്നു അത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്ന് BBTയുടെ ഓഫീസൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു 1973-74 കാലത്തിൽ ലോസ് ഏഞ്ചൽസിൽ. അപ്പൊ ആ ഒരു സമയത്ത് ശ്രീല പ്രഭുപാദ് അത് ചൈതന്യ ചരിതാമൃതം എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് അവർക്ക് ടാർഗറ്റ് കൊടുക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ എത്തിക്കണം. കാരണം പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്റെ ഗുരു മഹാരാജ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, എപ്പെങ്കിലും നിനക്ക് പൈസ കിട്ടുകയാണെങ്കിൽ നീ നമ്മളെ ഈ ഒരു ഗ്രന്ഥങ്ങളൊക്കെ, നമുക്ക് വൈദിക ഗ്രന്ഥങ്ങളൊക്കെ, എസ്പെഷ്യലി നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ഗ്രന്ഥങ്ങളും ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതമൊക്കെ തർജ്ജമ ചെയ്ത് അതിനെ ഇംഗ്ലീഷിൽ അതിനെ പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യണമെന്ന്. അപ്പൊ ആ ഒരു പോയിന്റ് എപ്പോഴും പ്രഭുപാദ് ഭക്തന്മാരെ കാണുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ എന്നിട്ടും ആക്ച്വലി ഇവർ വിചാരിച്ചു, ആദ്യമൊക്കെ ഇവർ 6 മാസത്തിലൊക്കെയാണ് ഒരു ബുക്കൊക്കെ അവർ ഇറക്കിക്കൊണ്ടിരുന്നത് BBTയിൽ. പിന്നെ അവർ 4 മാസത്തിൽ ഒരു ബുക്ക് ഇറക്കാൻ തുടങ്ങി. പിന്നെ ഈ ഭാഗവതവും അവർക്ക് കുറച്ച് ബാക്ക്ലോഗ് വന്നു. അപ്പൊ അതും അവർക്ക് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. പിന്നെ രണ്ടാമതായിട്ട് ചൈതന്യ ചരിതാമൃതം കൂടി വന്നു. അപ്പൊ അവർ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പം 2 മാസത്തില് ഒരു ചൈതന്യ ചരിതാമൃതത്തിന്റെ ഒരു ബുക്കും ഒരു ഭാഗത്തിന്റെ ബുക്കും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കാം എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചാണ് അവർ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് വന്ന് അപ്പം പ്രഭുപാദറിനെ ഇവരെ കണ്ടു. അപ്പൊ കണ്ട സമയത്ത് അപ്പൊ അവിടെ വെച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ നടന്നു. എല്ലാവരും കേട്ട കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഇന്ന് വായിച്ചതിന് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഒന്ന് പറയാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വന്ന സമയത്താണ് ലോസ് ഏഞ്ചൽസിൽ ശ്രീല പ്രഭുപാദ് വന്ന സമയത്ത് അവര് രാവിലെ ഒരു വെനീസ് ബീച്ചിൽ മോർണിംഗ് വാക്കിന് പോയ സമയത്ത് ശ്രീല പ്രഭുപാദും അപ്പം എല്ലാ ഡിസൈബിൾസും ഉണ്ടായിരുന്നു. അപ്പം ബ്രഹ്മാനന്ദ പ്രഭു, തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ്, പിന്നെ BBT ഇൻചാർജായ രാമേശ്വർ പ്രഭു ഉണ്ടായിരുന്നു. കൂടെ ഈ രാധാ വല്ലഭ പ്രഭു ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പൊ പ്രഭുപാദ് ഉടനെ ചോദിച്ചു അവരടുത്ത്, എന്തായി ചൈതന്യ ചരിതാമൃതത്തിന്റെ പ്രിന്റിംഗ് എന്തായെന്ന് ചോദിച്ചു. അപ്പം ഇവര് പറഞ്ഞു പ്രിന്റിംഗ് നമ്മൾ പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു ശരി, നമ്മള് 2 മാസത്തിൽ ഒരു പുസ്തകം വെച്ച് ഇറക്കാം എന്നുള്ള ചിന്തയിലാണ് ശ്രീല പ്രഭുപാദ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ BBT ഒക്കെ നമ്മള് സെറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ അവിടെ പണികളൊക്കെ നടക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ പ്രഭുപാദ് പറഞ്ഞു, അത് ഒരുപാട് സമയം എടുക്കും, എനിക്കത് 2 മാസത്തിൽ അത് ഫിനിഷ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പൊ 2 മാസം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ രാമേശ്വർ പ്രഭുവിന് അത് കേട്ട് ശരിയാണോ എന്നുള്ള സംശയം കൂടി തോന്നി. കാരണം 2 മാസം കൊണ്ട് 17 വോളിയം ബുക്കുകൾ പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം ഉടനെ തന്നെ രാമേശ്വര പ്രഭു പറഞ്ഞു, അതായത് 2 മാസം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, ഇമ്പോസിബിൾ ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പൊ ഉടനെ തന്നെ ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ കയ്യിൽ വടിയുണ്ടായിരുന്നു. അപ്പൊ വടി ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് വളരെ ഗ്രേവ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു, വളരെ ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞു, ഇമ്പോസിബിൾ ഈസ് എ വേർഡ് ഇൻ എ ഫോൾസ് ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതായത് നടക്കില്ല എന്നുള്ളത് ഒരു വിഡ്ഢിയുടെ നിഘണ്ടുവിലുള്ള ഒരു വാക്യമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ രാമേശ്വര പ്രഭുവിന് തോന്നി, അതായത് ഞാൻ എന്റെ ആധ്യാത്മിക ഗുരു പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ നിരസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറയാണ് 2 മാസത്തിൽ തീർക്കണം, അപ്പൊ ഞാൻ അതിന് എതിരെ പറയുകയാണ് ചെയ്യുന്നത്, അല്ല അത് നടക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞു, ശരി എന്നാ പിന്നെ നമ്മൾ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ എന്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായം ചെയ്തു തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ അവർ വന്നിട്ട് ഉടനെ തന്നെ അവര് ഇതിന്റെ പ്രിന്റിങ് തുടങ്ങി. പക്ഷെ എന്നാലും ഇതിൽ ആദ്യം വന്നിട്ട് നമുക്കറിയാം, ചൈതന്യ ചരിതാമൃതത്തിലൊക്കെ നമുക്ക് ബംഗാളി ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതുവരെയും സംസ്കൃത ശ്ലോകങ്ങൾ മാത്രമാണ് അവർ ട്രാൻസ്ലേഷൻ ചെയ്തത്. പക്ഷെ ബംഗാളി ആകുമ്പോൾ അത് പ്രൂഫ് റീഡ് ചെയ്യാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പിന്നെ അവർ മെല്ലെ മെല്ലെ അതൊക്കെ ചെയ്ത് വന്ന് പിന്നെ രാവും പകലായിട്ടാണ് അവരങ്ങനെ അത് ചെയ്ത് അങ്ങനെ അവർക്ക് ഓൾമോസ്റ്റ് 2 മാസത്തിൽ അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് അത് അവരങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. കാരണം അവർക്ക് അവിടെ അവരുടെ BBT ഓഫീസിലും ഒക്കെ
ആൾക്കാരൊക്കെ പുതിയതായിരുന്നു, അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. പുതിയൊരു ഭാഷയിൽ നിന്നാണ് നമ്മൾ ഇതിനെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. പിന്നെ അതിന് ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ ശ്രീല പ്രഭുപാദ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഇന്നും കാണാൻ സാധിക്കും ചൈതന്യ ചരിതാമൃതത്തിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സും അപ്പം ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാനൊക്കെ അവർക്ക് ഒരുപാട് സമയം എടുത്തു. അപ്പോൾ അവര് കണ്ടിന്യൂസ് ആയിട്ടായിരുന്നു, ഒരു ഷിഫ്റ്റ് രീതിയിലൊക്കെ ആയിരുന്നു അവർ. കാരണം അവര് രാവും പകലായിട്ടൊക്കെ അവർ ചെയ്തു. ഈവൻ രാമേശ്വർ പ്രഭു അവർ പറയാറുണ്ട്, അതായത് ആ സമയത്തൊക്കെ നാമം ജപിക്കുമ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രമേ ഓടിക്കൊണ്ടിരുന്നത്, എങ്ങനെ എനിക്ക് ഈ ഒരു 18 വോളിയം 17 വോളിയം ബുക്കുകൾ ഉടനെ തന്നെ ഇറക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ച് അവര് അത്രയും ഇതോടെയാണ് ആ ഒരു പുസ്തകം ഇറക്കിയത്. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഈ ഒരു ചൈതന്യ ചരിതാമൃതം എന്നൊരു പുസ്തകം നമുക്ക് ഇന്ന് മലയാളത്തിൽ ഭക്തന്മാരുടെയും ഒക്കെ കാരുണ്യം കൊണ്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോ അതിന്റെ പിന്നിലുള്ള സാക്രിഫൈസുകളും അതിന് പിന്നിൽ എത്രത്തോളം ശീല പ്രഭുപാദും ഭക്തന്മാരൊക്കെ അതിനു വേണ്ടി അവർ ഒരുപാട് ത്യാഗം സഹിച്ചും ഒക്കെ തന്ന ഒരു അത്രയും ഒരു വലിയൊരു അമൃത് പോലത്തെ ഒരു ഇത് തന്നെയാണ് ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മളും വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാനുള്ള കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് ശ്രീല പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് അത്രത്തോളം ഒരു ഊന്നൽ നമ്മൾ ചിലപ്പോൾ കൊടുക്കാറില്ല. നമ്മളെ മടി കാരണമൊക്കെ നമ്മൾ വായിക്കാതിരിക്കാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം ശ്രീല പ്രഭുപാദും ഭക്തന്മാരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും ത്യാഗം ചെയ്തും അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എവിടെയാണോ ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത നിൽക്കുന്നത് അവിടെ വെച്ചാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. എവിടെയാണ് ശ്രീമദ് ഭാഗവതം എൻഡ് ചെയ്യുന്നത് അവിടെ വെച്ചാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം തുടങ്ങുന്നത്. അപ്പൊ അത്രയും നമ്മളെ വൈഷ്ണവ ഭക്തന്മാർ തമ്മിലുള്ള അത്രയും ടോപ്പ് മോസ്റ്റ് ഡീലിങ്സും ഭക്തന്മാർ തമ്മിലുള്ള വ്യവഹാരം, ഒരു ഉന്നത ഭക്തന്മാർ തമ്മിലുള്ള വ്യവഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം അത് നമ്മൾ എസ്പെഷ്യലി ഇപ്പം നമ്മൾ അറിയാം, ഇങ്ങനെ ഒരു സ്റ്റഡി സർക്കിൾ എന്ന രീതിയിൽ തുടങ്ങിയത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഓരോ വ്യക്തികൾക്കും ചൈതന്യ ചരിതം വായിക്കാനുള്ള ഒരു ഒരു പ്രചോദനം തന്നെയാണ് തരുന്നത്. കാരണം ഓരോ ഭക്തന്മാരും അവര് ചൈതന്യ ചരിതാമൃതത്തെ പറ്റിയുള്ള അതിന്റെ ഗ്ലോറീസിനെ പറ്റി അവർ ഷെയർ ചെയ്യാണ്. അപ്പൊ നമുക്കത് വായിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് എന്തായാലും വളർന്നു വരും. കാരണം ഇതിൽ നിന്ന് കേൾക്കുമ്പോഴും ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിനെ പറ്റിയും അപ്പൊ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതും വായിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവും. അപ്പം ഈ ഒരു മ, ഇത്രയും ഒരു സാക്രിഫൈസിന് പിന്നിലാണ് ഈ ഒരു ഗ്രന്ഥം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം ശ്രീമദ് ഭാഗവതം തീർക്കുന്നതിന് മുമ്പ് തന്നെയാണ് ചൈതന്യ ചരിതാമൃതം ശ്രീല പ്രഭുപാദ് തീർത്ത് 1974 അദ്ദേഹം എനിക്കൊന്ന് രാമനവമിയുടെ ദിവസം എന്താണ് അത് പബ്ലിഷ് ചെയ്ത് ഇറക്കിയത് ആക്ച്വലി അത് വന്നിട്ട്. അപ്പം അത് അത്രയും നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ്. കാരണം ഗൗഡിയ വൈഷ്ണവരെ അപേക്ഷിച്ച്, കാരണം നമുക്ക് രൂപഗോസ്വാമി നമുക്ക് ഉപദേശാമൃതം എന്ന ഗ്രന്ഥം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കുറച്ചൊക്കെ ഭക്തന്മാർ നമ്മളെ ഡീലിങ്സിനെ പറ്റി നമുക്ക് 2-3 ശ്ലോകങ്ങൾ അറിയാൻ സാധിക്കും. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് എങ്ങനെയാണ് ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ ആ വ്യവഹാരം കൊണ്ടുവന്നും ഭക്തിയുടെ ഉന്നത തലങ്ങളെ പറ്റിയൊക്കെ ചൈതന്യ ചരിതാമൃതത്തിലാണ് ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇന്ന് നമ്മൾ വായിച്ച ഒരു ഇതിലോട്ട് വരികയാണെങ്കിൽ, അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, അപ്പം ഈ ഈ ഒരു നമുക്കറിയാം, അപ്പൊ ഇതിന് നമുക്കിപ്പം ഇതിന് എല്ലാ ക്രെഡിറ്റും നമ്മളെ ഭക്തന്മാർക്ക് തന്നെയാണ്. നമ്മൾ ഈ കേരളത്തിലെ പല ഭക്തന്മാരും ഇതിനെ തർജിമ ചെയ്തത്. കാരണം അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ബംഗാളിയിലുള്ള ശ്ലോകങ്ങൾ എടുത്തും പ്രഭുപാദിന്റെ ആ ഭാവാർത്ഥത്തിനെ വായിച്ച് മനസ്സിലാക്കി അതിനെ മലയാളത്തിലോട്ട് പരിഭാഷ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ല, അല്ലെ? അതിന്റെ ആ ഒരു എസൻസ് നഷ്ടപ്പെടാതെ, അതിന്റെ ഉൾപ്പൊരുൾ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ ഈ പ്രസന്റ് ചെയ്യാൻ സാധിച്ചത് പല ഭക്തന്മാരുടെയും അവരുടെ ഒരു എൻഡവർ തന്നെയാണ്, അവരുടെ സാക്രിഫൈസ് തന്നെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഞാനിപ്പോ ജസ്റ്റ് വായിച്ചാൽ മതി, ഞാൻ എന്തിനതിനെ പരിഭാഷ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒരു ഒരു കൂട്ടത്തിലുള്ള ഭക്തന്മാർ ചേർന്ന് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് ഈ ഗ്രന്ഥം അവൈലബിൾ ആയിട്ടുള്ളത്, ഈ ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥം. കാരണം ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥം നമുക്കറിയാം, അത് അല്ലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാരുണ്യപൂർവമായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ലീലകളെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഈ ഒരു യുഗത്തിൽ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു യോഗ്യതകളോ അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയോ നമുക്കില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭു വളരെ കാരുണ്യവാനാണ്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്? കാരണം നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന പോലെ തന്നെ സർവ്വധർമ്മ പരിത്യജ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവ്വ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അപ്പം ഭഗവാൻ പറയുന്ന ആദ്യം നീ എല്ലാം സറണ്ടർ ചെയ്യുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സറണ്ടർ ചെയ്യുന്ന വ്യക്തിയെ ഞാൻ പൂർണ്ണമായിട്ടും പ്രൊട്ടക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷെ ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു പറയുന്നത് വെച്ചാൽ ആര്യ ദേക്കോ താരകോ കൃഷ്ണ ഉപദേശ്. അതാണ് ചൈതന്യ മഹാപ്രഭു തരുന്ന ഉപദേശം. അതായത് നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുള്ള കാര്യമാണ്. അപ്പൊ ഏതൊരു അവസ്ഥയിലും ഒരു വ്യക്തിക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? എന്താ, നമ്മൾ ഏതൊരു അവസ്ഥയിലായാലും ശരി, നമ്മൾ ഒരു ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല,
നമ്മൾ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊരു കണ്ടീഷനിലായാലും നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുകയുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഏതൊരു വ്യക്തിക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റു യുഗങ്ങളിൽ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നേടിയെടുക്കാൻ പല പല വലിയ തപസ്സര്യകൾ അനുഷ്ഠിക്കേണ്ട സമയത്ത് ഇന്ന് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും ശ്രീല പ്രഭുപാദിന്റെയും ഭക്തന്മാരുടെ ഒക്കെ കാരുണ്യം കൊണ്ട് ആ ഭഗവത് സാക്ഷാത്കാരം വളരെ ഒരു ലളിതമായ ഒരു പ്രോസസ്സിലോട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടും ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവത് സാക്ഷാത്കാരം നമുക്ക് നേടിയെടുക്കാൻ ഇവിടെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു നമുക്കറിയാം കാരുണ്യമായ ഔദാര്യമായ അവതാരം എന്ന് പറയുന്നത്. കാരണം മഹാപ്രഭു വേറൊന്നും നോക്കുന്നില്ല ആക്ച്വലി വന്നിട്ട്. നമ്മൾ എത്രത്തോളം ഫോളൻ കണ്ടീഷനിലാണെങ്കിലും, അത്രയും വീണ കിടക്കുന്ന ഒരു ജീവാത്മാവാണെങ്കിൽ കൂടി മഹാപ്രഭു പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുകയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ തിരുനാമം ശ്രദ്ധയോടെ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവത് ഏറ്റവും പരിശുദ്ധമായ നമ്മൾ ഭഗവത് സാക്ഷാത്കാരം നേടിയെടുത്ത് അദ്ദേഹത്തിന് പരിശുദ്ധ ഭക്തി നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ പറയുന്നത്. അപ്പൊ നമുക്കത് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥം നമ്മൾ വായിക്കുക എന്നുള്ളത് നമ്മളെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ഒരു വലിയൊരു എൻഡവർ തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം ഓൾമോസ്റ്റ് 6610 പേജുകളോളം ഉള്ള ഒരു പുസ്തകമാണ് ഈ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഒരു വലിയൊരു പുസ്തകം നമ്മൾ വായിച്ച് തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഇത് എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്തൊരു കാര്യം നമ്മൾ ഭക്തിവത്സരം ചെയ്യുന്ന മുമ്പ് നമ്മൾ ഭഗവാന്റെ അടുത്തും ഭക്തന്മാരുടെ അടുത്തും ആദ്യം ഗുരുവടുത്ത് നമ്മൾ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്താണ് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഗ്രന്ഥം നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു വലിയൊരു പണ്ഡിതനാവാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ജ്ഞാനം ആർജിക്കാനോ അല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ഒരു ഗ്രന്ഥം വായിച്ച് എങ്ങനെ നമുക്ക് പരിശുദ്ധ ഭക്തിയുടെ തലത്തിലോട്ട് എത്താൻ സാധിക്കുമെന്നും അങ്ങനെ പരിശുദ്ധ ഭക്തി തലത്തിൽ എത്തിയ പല ഭക്തന്മാരുടെയും അവരെങ്ങനെ ചൈതന്യ മഹാപ്രഭു ആയിട്ടും അവരുടെ കോൺവെർസേഷൻസും അല്ലെങ്കിൽ അവരുടെ ലീലകളൊക്കെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡെയിലി കുറച്ചൊരു സമയം മാറ്റി വെക്കുക. ഞാൻ ഡെയിലി ശീലപ്രഭുപാന ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കാനുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് നമ്മളൊരു ദിനചര്യയിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ പ്രഭുപാദ് തന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രഭുപാദിന്റെ ശരിയായിട്ടുള്ള മൂഡോ അല്ലെങ്കിൽ ഗുരുപരമ്പരയുടെ മൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം നമുക്കറിയാം ഏതൊരു വ്യക്തിയാണോ ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ ആത്മാർത്ഥമായിട്ട് വായിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ശീല പ്രഭുപാദായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തി സിസ്റ്റമാറ്റിക് ആയിട്ട് വായിക്കാനുള്ള കാര്യമാണ്. നമുക്ക് എസ്പെഷ്യലി ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ വായിച്ചു പോകാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ഓരോ ദിവസവും നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കവർ ചെയ്ത് വരികയാണ്. അപ്പൊ ഈ ഓരോ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് വരുമ്പോൾ നമ്മളും പാരലായിട്ട് ബാക്കിയുള്ള ഭക്തന്മാരും ഡെയിലി അത് വായിക്കുകയാണെങ്കിൽ അവർക്ക് അതിലൂടെ ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥം നമുക്ക് വായിക്കാനും പിന്നെ ഉയർന്ന ഭക്തന്മാരായിട്ടുള്ള ബാക്കിയുള്ള ഡിവോട്ടീസ് നിന്ന് കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് തരുന്നത് ഉള്ള കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിറ്റർമിനേഷൻ ആണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം ഡെയിലി ഒരു ക്ലാസ് 5 മണി മുതൽ 5:45 വരെ നടക്കുകയാണ്. അപ്പം അറിയാം ഇതൊരു ഇസ്ഗ്രേസ് കഥാമൃത പ്രഭു പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യമായിട്ടാണ് ചൈതന്യ ചരിതാമൃതത്തിന്റെ ഒരു ക്ലാസ് നമ്മൾ മലയാളത്തിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് പ്രഭു ഒരുപാട് അതിനു വേണ്ടി എൻഡവർ ചെയ്തു ആക്ച്വലി. അതിന്റെ എഫേർട്ടുകൾ, അപ്പൊ അതിന്റെ എല്ലാ ഗ്ലോറീസും പ്രഭുവിന് തന്നെയാണ്. കാരണം അത്രത്തോളം പ്രഭു പല ആൾക്കാരെയും കണ്ടെത്തി അവരടുത്ത് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് പലപ്പോഴും ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുക, പങ്കെടുക്കുക. അപ്പൊ ഇതിലൂടെ നമുക്ക് ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥം ഭക്തന്മാരുടെ സാക്ഷാത്കാരത്തിലൂടെയും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ഡെയിലി നമ്മൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഈ ക്ലാസ്സുകൾ കയറുക. ഈ 5 മണി മുതൽ 5:45 വരെയുള്ള ഈ ക്ലാസ് നമുക്ക് ആ ഒരു സമയത്ത് ക്ലാസ്സുകൾ നമ്മൾ കയറുക, നമ്മളെ സംശയങ്ങൾ നമ്മൾ ചോദിക്കുക. പിന്നെ നമ്മളായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എഫേർട്ട് ഇട്ട് ഇത് വായിക്കാൻ തുടങ്ങുക. കാരണം നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഈ ഒരു ഗ്രന്ഥം ഇറങ്ങിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മലയാളത്തിൽ ഗ്രന്ഥമുണ്ട്. അപ്പം നമുക്കിപ്പം അപ്പൊ അങ്ങനെ ഒരു ഗ്രന്ഥം നമുക്ക് കിട്ടിയത് വലിയൊരു അപ്പൊ അത് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് വായിക്കാനുള്ള ഒരു ഉത്സാഹം നമുക്ക് വേണം. നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇനീഷ്യലി നമ്മൾ ശീല പ്രഭുപാദിന്റെ സമയത്ത് പലപ്പോഴും പല ബുക്കുകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ ഒരു കോപ്പിയൊക്കെയാണ് ചിലപ്പോൾ അവർക്ക് ഒരു ടെമ്പിളിൽ കിട്ടുക. അപ്പൊ ബുക്ക് വന്ന ഉടനെ തന്നെ ഭക്തന്മാർക്ക് അത്രയും ഉത്സാഹമാണ്. അവർ വന്നിട്ട് ഉടനെ ഒരാൾ ഒരു ബുക്ക് എടുത്ത് വായിച്ചു തീർക്കുമ്പോൾ തന്നെ അടുത്തൊരാൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ക്യൂ സിസ്റ്റം പോലെയാണ് അവനെ വായിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ അത്രയും വാല്യൂ ഒന്നും ഉണ്ടായിരുന്നു ആ ബുക്കുകൾക്കൊക്കെ. കാരണം അന്ന് ഓരോരോ ബുക്ക് ഇറങ്ങുമ്പോഴും ഭക്തന്മാർക്ക് അത് വായിക്കാനുള്ള ഒരു ഉത്സാഹം. പക്ഷെ ഇന്ന് നമുക്ക് നിർഭാഗ്യവശാൽ നമുക്ക് പലപ്പോഴും അങ്ങനെ ചിലപ്പോൾ ബുക്കുകൾ കാണുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു ഉത്സാഹം നമുക്ക് തോന്നാറില്ല. പലപ്പോഴും നമ്മൾ ബുക്ക് വാങ്ങും, പക്ഷെ അതേ ആ enthusiasm നമുക്ക് വായിക്കാനുള്ള enthusiasm എപ്പോഴും ഉണ്ടാകും. പല ബുക്കുകൾ കാണുമ്പോഴും എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നാം. ബുക്കുകൾ കാണുമ്പോൾ ഒക്കെ വാങ്ങാൻ തോന്നും, പക്ഷെ വാങ്ങി നമ്മൾ പലപ്പോഴും അത് അലമാരയിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അത് വായിക്കാൻ പിന്നെ വായിക്കാനുള്ള തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ശ്രീല പ്രഭുപാദിന്റെ ഇത്രയും ബുക്കുകൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാണ്ട്. അത് ഒരു തവണ വായിച്ചാലൊന്നും നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അത് വായിക്കാനുള്ള കാര്യമാണ്. അതൊരു നമ്മുടെ ഒരു ലൈഫ് ടൈം പ്രോസസ്സാണ്. നമ്മൾ ഒരു തവണ വായിച്ച് തീർത്താലേ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡെയിലി നമ്മൾ ബേസിസിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ടൈം കണ്ടെത്തുക. നമ്മളൊരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്ത് പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാനായിട്ടുള്ള ടൈം നമ്മൾ കണ്ടെത്തി ഡെയിലി വായിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും ഇങ്ങനത്തെ ഈ ബുക്കുകളൊക്കെ നമുക്ക് വായിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്കത് നമ്മളായിട്ട് നമ്മൾ എൻഡവർ ചെയ്യാം. പിന്നെ ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ പറയാനുള്ളത്. നമുക്ക് ഇന്ന് ഈ ഒരു ഇന്ന് വായിച്ച ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഓക്കെ ഇതാണ് ഇപ്പൊ അവതാരികയിൽ നമുക്ക് ഇന്ന് വായിച്ചൊരു ഭാഗം. പിന്നെ അടുത്തതായിട്ട് ഒരു പാരഗ്രാഫ് കൂടി വായിക്കാം എന്തായാലും. ശ്രീ ചൈതന്യ മഹാപ്രഭു കേരളത്തിൽ ക്രിസ്തുവർഷം 1510 ദക്ഷിണ ഭാരതത്തിലേക്ക് നടത്തിയ യാത്രയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു കേരളവും സന്ദർശിക്കുകയുണ്ടായി. മധ്യലീലയിലെ 9-ാം അധ്യായത്തിൽ അവിടുന്ന് തിരുവനന്തപുരത്തിന് തെക്ക് മാർത്താണ്ഡത്തിൽ അരികെയുള്ള തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം സന്ദർശിച്ചതായി പ്രസ്താവിക്കുന്നു. അവിടെ വെച്ച് ബ്രഹ്മസംഹിതയിലെ ഒരധ്യായം അവിടുന്ന് കണ്ടെത്തുകയും അത് പകർത്തിയെടുക്കുകയും ചെയ്തു. അനന്തരം അവിടുന്ന് അത്യാനന്ദപൂർവ്വം അനന്തപത്മനാഭ എന്ന സ്ഥലത്തിലേക്ക് തിരുവനന്തപുരം യാത്രയായി. അവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു 2-ഉം 3-ഉം ദിവസം താമസിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്തു എന്ന് 9-ാം അധ്യായത്തിലെ 241 മുതൽ 243 ശ്ലോകങ്ങളിൽ പറയുന്നു. അതിനുശേഷം വളരെ ആഹ്ലാദപൂർവ്വം ശ്രീ ജനാർദ്ദന ക്ഷേത്രം വർക്കല സന്ദർശിക്കാൻ പോയി. അവിടെ ജനാർദ്ദന വിഗ്രഹത്തിൽ മുന്നിൽ മഹാപ്രഭു കീർത്തനാലാപനം ചെയ്ത് നൃത്തം വെച്ചു. 2 ദിവസത്തെ വാസത്തിനു ശേഷം അവിടുന്ന് പയസ്വിനി നദീതീരം പോവുകയും ശങ്കരനാരായണ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കേരളത്തിലൂടെ വടക്കോട്ട് സഞ്ചരിക്കുകയും ചാംതാപുര, ചെങ്ങന്നൂർ, ചേർത്തല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ആയിരിക്കാം, മല്ലാരദേശം, മലബാർ, മത്സ്യതീർത്ഥം, മാഹി ആയിരിക്കാം എന്നീ സ്ഥലങ്ങളിലെ പല ക്ഷേത്രങ്ങളും സന്ദർശിച്ചു. അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും ചൈതന്യ മഹാപ്രഭു നമ്മുടെ ഈ കേരളത്തിലും അദ്ദേഹത്തിന്റെ പാദങ്ങൾ കൊണ്ട് സ്പർശിച്ചുള്ളത് വലിയൊരു കാരുണ്യം തന്നെയാണ്. നമുക്ക് ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ മധ്യലീലയിലാണ് ചൈതന്യ മഹാപ്രഭുയുടെ സൗത്ത് ഇന്ത്യൻ യാത്ര, 6 വർഷത്തെ നീണ്ടു നിൽക്കുന്ന ആ സൗത്ത് ഇന്ത്യൻ യാത്ര സന്യാസം എടുത്ത ശേഷം അദ്ദേഹം സൗത്ത് ഇന്ത്യയിലോട്ട് അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഭാഗത്തിലാണ് മധ്യലീലയിലാണ് ഈ ഒരു ഡിസ്കഷൻ വരുന്നത്. അപ്പൊ അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വരുന്ന ശ്ലോകങ്ങളിൽ ചൈതന്യ മഹാപ്രഭു ആദികേശവ പെരുമാളിൽ വന്നു, അവിടുന്ന് ബ്രഹ്മസംഹിത അദ്ദേഹം വീണ്ടെടുത്ത കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരികയും അവിടെ ദർശനം എടുക്കുകയും പിന്നെ വർക്കലയും അവിടെയൊക്കെ പോയി ദർശനം എടുത്ത കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യം ഈ ഒരു നമ്മൾ ഈ പത്മനാഭസ്വാമി അനന്തപത്മനാഭത്തിന്റെ അടുത്തുകൂടി ഉണ്ട്. നമ്മൾ നോക്കണം, തിരുവനന്തപുരത്ത് കൂടി ഉണ്ട് മഹാപ്രഭു വന്നു പോയ സ്ഥലം. അതുപോലെ തന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജാവും ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. പല ആചാര്യന്മാരും വന്നു പോയ സ്ഥലം തന്നെയാണ്. അപ്പൊ അവരുടെയൊക്കെ കാരുണ്യം ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പൊ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു മഹാപ്രഭു വന്നുപോയ ഒരു ദേശത്തിന്റെ അടുത്തായിട്ട് നമുക്ക് താമസിക്കാനുള്ള ഒരു അവസരം കിട്ടിയതും അങ്ങനെയുള്ള സ്ഥലം അദ്ദേഹത്തിന്റെ കാര്യം കൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു ഇസ്കോൺ ക്ഷേത്രം ഇവിടെ വരാൻ സാധിച്ചതും അങ്ങനെ ഭക്തന്മാരായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതൊക്കെ ആ ഒരു കാരുണ്യമാണ്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുയുടെ പാദം നമുക്ക് ഓൾമോസ്റ്റ് 25 വർഷമായി നമ്മൾ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 1999 അടുപ്പിച്ച് നമ്മൾ ഇവിടെ സ്ഥാപനം ചെയ്തു. അന്ന് രാജാവിന്റെ പത്മനാഭസ്വാമി അമ്പലത്തിന്റെ രാജാവിന്റെ ആക്ച്വലി പ്രസൻസിൽ പരംപൂജ ജഗന്നാഥസ്വാമി മഹാരാജ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 1-2 വർഷങ്ങൾ മുമ്പ് വർക്കലയിൽ നമ്മൾ തിരുവട്ടാറിലും നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദം നമ്മൾ പ്രതിഷ്ഠ ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഭക്തന്മാരാണ് ആക്ച്വലി നമുക്ക് ചിലപ്പോൾ ഇവിടെ അടുത്തുള്ളതുകൊണ്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ തന്നെ പലപ്പോഴും ദൂരദേശത്ത് നിന്ന് വരുന്ന ഭക്തന്മാർക്കാണ് ആ ഒരു അവർക്ക് പലപ്പോഴും തോന്നും ഇവിടെ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുണ്ടോ, ഇവിടെയൊക്കെ മഹാപ്രഭു വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളാണോ എന്ന് പറഞ്ഞ് അവർക്ക്
അതിന്റെ ആ ഇമ്പോർട്ടൻസും അവർ വന്ന് അവിടെ വന്ന് ഇരുന്ന് പലപ്പോഴും നമ്മൾ ഭക്തന്മാർക്ക് വരുമ്പോൾ അവിടെ ഇരുന്ന് അവർ ഇരുന്ന് ഒന്ന് രണ്ട് മാല അവിടെ വന്ന് ഇരുന്ന് ജപിക്കുന്നതും അല്ലെങ്കിൽ അവരവിടെ ഇരുന്ന് ചൈതന്യയെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഒരു പ്രചോദനമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ നമുക്കത് അടുത്തുള്ളതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ ഒരു വില ചിലപ്പോഴും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം എല്ലാ ഇവിടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിലുണ്ട്. ചൈതന്യ മഹാപ്രഭു പറയുന്ന പോലെ തന്നെ എന്താണ് ഭാരതഭൂമി ജനിച്ച ഓരോ വ്യക്തികളുടെയും അവരുടെ പ്രഥമ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ജന്മ സാർത്ഥകകരോ പരോപകാരം. അപ്പൊ നമ്മളെ ജന്മത്തിന് സാർത്ഥകം ചെയ്ത് ബാക്കിയുള്ളവർക്ക് പരോപകാരം ചെയ്യാനുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ കൃഷ്ണഭക്തിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൂടി പ്രചരണം ചെയ്യാനുള്ള കാര്യമാണ്. അപ്പം ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യം നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രചരണം ചെയ്യാനുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ആർക്കാണോ ഭഗവാൻ കൃഷ്ണനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അപ്പൊ നമുക്ക് ഇതിന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വലിയ വലിയ സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ വലിയ ഫിലോസഫി അല്ലെങ്കിൽ ശ്ലോകങ്ങളൊക്കെ അറിയണം എന്നുള്ള ആവശ്യമില്ല. നമ്മൾ എന്ത് കേട്ടോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഒരു വ്യക്തി ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അതുപോലെ തന്നെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് ശീല പ്രഭുപാദും ആചാര്യന്മാരൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു വ്യക്തിയുടെ നമ്മൾ നാമം ജപിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയാം അമ്പലത്തിൽ വരിക, നമുക്ക് പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ സൺഡേ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അതും ഒരു പ്രചരണം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ എല്ലാ വ്യക്തികൾക്കും ചൈതന്യ മഹാപ്രഭുയുടെ കാര്യം നമുക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി ഇസ്കോൺ വരുന്നതിന് മുമ്പ് പല ആൾക്കാർക്കും അറിയില്ല. സത്യം പറഞ്ഞ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും നമ്മൾ ഇസ്കോൺ വന്ന ശേഷം തന്നെയാണ് ചൈതന്യ മഹാപ്രഭു എന്ന ഭഗവാന്റെ അവതാരം ഉണ്ട് എന്നുള്ള കാര്യം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കിട്ടിയ ആ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിനെ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി കൂടി നമുക്കുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ നമുക്കത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തോന്നണം അത് വളരെ നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതൊരു അമൂല്യമായ ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് കൊടുക്കാൻ അത് തോന്നുള്ളൂ. അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മാർത്ഥമായിട്ടും ഭക്തി പരിശീലിക്കാനുള്ള കാര്യമാണ്. അപ്പൊ തിരുനാമങ്ങൾ ശ്രദ്ധയോടെ അപരാധമില്ലാതെ ജപിക്കാൻ നമ്മൾ ശ്രമിക്കുക. ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുക. അപ്പൊ അത്രത്തോളം നമുക്ക് അറിയാൻ സാധിക്കും. പ്രഭുപാദർ സകല ശാസ്ത്രങ്ങളെയൊക്കെ നമ്മൾ അതിനെ ഏകീകരിച്ചിട്ടാണ് നമുക്ക് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതം ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേറെ ഇത്രയും വലിയ വേദങ്ങളും ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ അതിനുള്ള സമയമൊന്നും ആർക്കും ഇന്നില്ല. പക്ഷെ പ്രഭുപാദ് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ഇത്രയും ഗ്രന്ഥങ്ങൾ വളരെ സിമ്പിൾ വേർഡ്സിൽ നമുക്ക് ഒരു ലേമാൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് മനസ്സിലാക്കി നമ്മൾ ഡെയിലി ഇത് വായിക്കുക. വായിക്കുന്ന വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ഇതിന് വേറൊരു വ്യക്തിക്ക് വേറൊരു വ്യക്തിക്ക് ഇത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വരും. അപ്പൊ നമ്മൾ എത്രത്തോളം ഭഗവാനെ പറ്റി നമ്മൾ ഇനിയൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്രത്തോളം ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൗതികമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കൊടുക്കും തോറും നമുക്ക് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആധ്യാത്മിക കണക്കനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മളൊരു ഭഗവാന്റെ കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാനെ പറ്റി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നോ, അത്രത്തോളം നമുക്കും ഭഗവാന്റെ കാരുണ്യവും അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാക്ഷാത്കാരങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കൊണ്ടാവുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഒരു ഇത് കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനാദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ആത്മാർത്ഥമായിട്ടും ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെയിലി നമ്മളെ തിരുനാമങ്ങൾ നമ്മൾ ജപിക്കുക, ശീല പ്രഭുപാദിന്റെ ബുക്കുകൾ നമ്മൾ വായിക്കുക, റെഗുലറായിട്ട് ഭക്തമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അത്രത്തോളം അത്രയും നമുക്കൊരു ആത്മാർത്ഥതയും അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഭക്തന്മാരെ അവരായിട്ട് നമ്മൾ സംഘം ചെയ്ത് അവരിൽ നിന്ന് കേൾക്കുക, സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഈ ഒരു അടുത്ത ലെവലോട്ടൊന്ന് വരാൻ സാധിക്കുക. കാരണം പ്രഭുപാദ് പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും ഒരു പ്രീച്ചേഴ്സ് ആണെന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. എന്നാലും നമുക്ക് ലോകമെമ്പാടും നമുക്ക് ഈ കൃഷ്ണഭക്തി നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ അത് ഒരിക്കലും എന്താ പറയാ, നമ്മൾ ഒരാൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ എത്രത്തോളം ആൾക്കാർ അത്രയും ആൾക്കാർ കൃഷ്ണഭക്തി എത്തണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും ചിന്തിക്കുക, ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇന്നൊരു വ്യക്തിക്ക് കൃഷ്ണഭക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അത് എന്റെ ഒരു കർത്തവ്യം അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ രീതി, കാരണം നമുക്കറിയാം നമ്മൾ കൃഷ്ണഭക്തിയിൽ വന്നത് ഏതൊരു ഭക്തന്റെ അഹേതുമായ കാരുണ്യം കൊണ്ട് തന്നെയാണ്. അവര് നമുക്ക് കൃഷ്ണഭക്തിയെ പറ്റി പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇതിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അതേ ഡ്യൂട്ടി തന്നെ എനിക്കും ഉണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പൊ കൃഷ്ണഭക്തി എപ്പോഴും നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ കൃഷ്ണഭക്തിയിൽ മുന്നേറണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് നമ്മൾ നമ്മുടെ സാധന ഭക്തി നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ഇത് ചെയ്യുക. അതേസമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രചരണം കൂടി ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടലി നമുക്ക് ആ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു മേഴ്സി നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ
സാധിക്കുക. നമുക്കറിയാം പല പല ഭക്തന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ഇത്ര അഡ്വാൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തിരുനാമങ്ങൾ വളരെ ശ്രദ്ധയോടെ ജപിക്കുകയും അതുപോലെ തന്നെ ശീലപ്രഭുവിന്റെ ഗ്രന്ഥങ്ങൾ അവർ വളരെ ശ്രദ്ധയോടെ വായിക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പ്രഭുപാദന ഗ്രന്ഥങ്ങൾ അവർ അത്രത്തോളം ഇഷ്ടപ്പെട്ട് വായിക്കുന്ന വ്യക്തികളെ ജീവിതം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ലൈഫ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടും ഇസ്കോണായിട്ട് കണക്റ്റഡ് ആയിട്ടും അവർ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവര് പ്രചരണം ചെയ്യാനും ഏതൊരു സേവനം ചെയ്യാനും എപ്പോഴും അവര് സന്നദ്ധരാണ്. ആ ഉത്സാഹം അവർ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് പ്രഭുപാദിന്റെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. കാരണം ആ ഗ്രന്ഥങ്ങളിലൂടെയാണ് നമുക്ക് ഓരോ വ്യക്തികളും നമുക്ക് ആക്ച്വലി അതൊരു സ്പിരിച്വൽ വേൾഡിലോട്ടുള്ള ഒരു ഡോറ് പോലെയാണ് ആക്ച്വലി നമുക്ക് നോക്കുകയാണെങ്കിൽ അല്ലെ. ആ ഒരു ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ആധ്യാത്മിക ലോകമെന്നും എന്താണ് ഒരു പരിശുദ്ധ ഭക്തൻ എന്നും അപ്പൊ ഭഗവാന്റെ കാരുണ്യം ഭക്തന്മാരുടെ കാരുണ്യമൊക്കെ അറിയാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മളൊരു സമയം കണ്ടെത്തി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ ബുക്കുകൾ ഇത് വായിക്കുക. അപ്പൊ അതിനുള്ളൊരു നമുക്ക് പ്രചോദനം തന്നെയാണ് ഈ ക്ലാസ്സുകൾ. എല്ലാവരും ചൈതന്യ ചരിതാമൃതം മെല്ലെ മെല്ലെയായിട്ട് വായിക്കാൻ തുടങ്ങുക. അപ്പൊ അതിലൂടെ നമുക്ക് പാരലായിട്ട് ഇതിന്റെ കൂടെ വായിച്ചു പോകുന്ന വ്യക്തികൾക്കും ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം നമുക്ക് ഈ പല പല ഉന്നതരായ ഭക്തന്മാരെ നമ്മൾ കേൾക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ അവരുടെ ആ റിയലൈസേഷൻസ് നമ്മൾ കേൾക്കുമ്പോഴും അത് വെച്ചുകൊണ്ട് ഇത് വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. ഡെയിലി ബേസിൽ നമ്മൾ ക്ലാസ് ഉണ്ട്, അപ്പൊ നമ്മൾ ഡെയിലി കുറച്ച് വായിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്ന ശിക്ഷാഷ്ടകം എന്ന ഒരു 8 പദ്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആക്ച്വലി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിലെല്ലാം ഉണ്ട് ആക്ച്വലി പരിശുദ്ധ ഭക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് കാണാൻ സാധിക്കും ഇന്നും നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ലീലകളും അതിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. ശരിക്കും മഹാപ്രഭുവിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാസ്റ്റ് ടൈംസും അത് എങ്ങനെയാണ് ഓരോ ഭക്തന്മാരായിട്ട് അദ്ദേഹം ഡീൽ ചെയ്തതും പലപ്പോഴും അദ്ദേഹം പ്രചരണം ചെയ്യുന്ന സമയത്തും ഒരു വ്യക്തിയെ വിഷമിപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കുകയും അദ്ദേഹത്തിന് ഭക്തനാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചൈതന്യ ചരിതാമൃതം വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പ്രകാശാനന്ദ സരസ്വതിയും പിന്നെ സർവഭൗമ ഭട്ടാചാര്യ, അപ്പൊ അങ്ങനെ എത്രയോ ആൾക്കാരാണ് അത്രയും എന്താ പറയാ നമ്മൾ നോക്കുകയാണെങ്കിൽ മായാവാദികളായ വ്യക്തികൾ കൂടി ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് അവർ ഭക്തന്മാരായി മാറി. അപ്പം ആ കാരുണ്യം എന്താണ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു അവരൊക്കെ പ്രീച്ച് ചെയ്ത് ഓരോ വ്യക്തികൾക്കും ആ ഒരു ടൈം പ്ലേസ് സർക്കംസ്റ്റാൻസ് അനുസരിച്ച് ദേശകാലപാത്രം അനുസരിച്ച് അദ്ദേഹം എങ്ങനെ ആ ഒരു കൃഷ്ണഭക്തിയെ പ്രചരണം ചെയ്തു എന്ന കാര്യങ്ങളും അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ചെറുതായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു അവസരം തന്ന ഹിസ് ഗ്രേസ് കഥാവത പ്രഭുവിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ അസംബിൾഡ് ആയിട്ടുള്ള എല്ലാ ഭക്തന്മാരും ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് കുറച്ചു നേരം എന്തെങ്കിലും പറയാൻ സാധിച്ചു. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ടൈം ഉണ്ട്. ഹരേ കൃഷ്ണ. ആരെങ്കിലും സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഒക്കെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. കുറച്ചുകൂടി വന്നവർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാനും സാധിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ സന്തോഷം. നന്ദി പ്രഭു. താങ്ക് യു. വളരെ നന്ദി. പ്രഭുവിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് അല്ലേ ചൈതന്യ ചരിതാമൃതം? അതെ പ്രഭു, ആദ്യമായിട്ടാണ് പ്രഭു ഇങ്ങനെ അവസരം കിട്ടിയത് പ്രഭു. ഹരേ കൃഷ്ണ. സന്തോഷം പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. വളരെ മനോഹരമായ ക്ലാസ് പ്രഭു. ഭഗവാന്റെ കൃപയാൽ ഇനിയും പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി താങ്ക് യു പ്രഭു. പ്രഭു. വളരെ ഹരേ കൃഷ്ണ. എല്ലാ ദിവസവും ഭഗവാൻ അനുഗ്രഹിച്ച് രാവിലെ 8 മണി മുതൽ 9 മണി വരെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സും ഞായറാഴ്ച ദിവസങ്ങളിൽ, അതേപോലെ തന്നെ വൈകുന്നേരം 5 മണി മുതൽ 5:45 വരെ ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സും ശ്രീ രാധാ നീലമാസ സംഘം ഇസ്കോൺ ട്രിവാൻഡ്രത്തിന്റെ അണ്ടറിൽ നടത്തുന്നു. അപ്പൊ അത് എല്ലാ ഭക്തജനങ്ങളും ആത്മാർത്ഥമായി വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ഇതിന്റെ ലിങ്കിന്റെ സ്റ്റാറ്റസ് നമ്മൾ ഇടുന്നുണ്ട്. ആ സ്റ്റാറ്റസ് എല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ വേണ്ടി ഒരു അപേക്ഷയുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ അവർക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഇന്ന് ക്ലാസ് എടുത്ത ഹിസ് ഗ്രേസ് വിജയസേവ പ്രഭുവിന് ഹൃദയത്തിന്റെ ഭാഷയാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ശീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ഹരേ കൃഷ്ണ.